എന്ത് പറ്റി? ചാക്കോ സാറിന് സുഖമല്ലയോ? കിടപ്പാണോ? ആളെ കണ്ടറിയാമോ? അതെല്ലാം ഞാൻ ചോദിച്ചത്. പിന്നെ ഞങ്ങളുടെ കണക്ക് കൊടുത്തിട്ട് പറഞ്ഞില്ലേ? ഓ അടി കിട്ടുമോ അയ്യോ ആകും. എനിക്കറിയത്തില്ല സാറെവിടെയാണ്. വൈകുന്നേരം നീ എന്താ ആ പള്ളിന്റെ മുമ്പിൽ കണ്ടത്? ഇന്നലെ സാറ് പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഞാൻ പള്ളിയിൽ പോയി ഫാദറിനെ വിളിക്കാൻ പോയി. അതല്ല പറഞ്ഞത്. പിന്നെ എന്തോന്നാ? പള്ളിയിലെ അച്ഛനല്ല, പിന്നെ നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോയി നിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത്. ഓ ഇത് ഇടപാടാണോ എനിക്കറിയത്തില്ല. പേപ്പർ കിട്ടിയോ? കിട്ടി. 75-ന് 3 മാർക്ക്. ഓ തരക്കടില്ലല്ലോ. ഞാൻ കോപ്പി അടിച്ചോ? ഓ തരക്കടില്ല. നിനക്കും കോപ്പി അടിക്കായിരുന്നില്ലേ? അത് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചോണ്ട് വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് കൊണ്ടുവന്ന് പഠിച്ചോണ്ട് വരുന്നത് മാത്സ് ആണ്. പിന്നെ എന്തോ ഒന്ന് കോപ്പി അടിക്കാനാ? ഈ പേപ്പർ കൊണ്ട് നീ ഷൈൻ ചെയ്തോ? എന്തോന്ന് ഷൈൻ ചെയ്യാനാ സാധേ? 3 മാർക്കാ എനിക്ക് കിട്ടിയത്. ഞാൻ അതല്ല പറഞ്ഞത്. ഒപ്പിടില്ലേ? ഒപ്പ് ഞാനതൊക്കെ മറന്നുപോയി. സൈൻ സൈൻ സാറേ 5 നിമിഷം കൊണ്ടാണോ വന്നേക്കുന്നത്? ജീവനുണ്ടോ? ജീവനുണ്ടോ? ഉള്ളത് കൊണ്ടല്ലേ സാറേ ഇവിടെ വന്നിരിക്കുന്നത്. ജീവൻ ക്ലാസ്സിൽ ഉണ്ടോ എന്നാ ചോദിച്ചത്. അത് 100 പോയ കൂട്ടത്തില. പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? എന്തു പറ്റി? ഒന്നും പറ്റാതിരിക്കുന്ന സമയത്തോട് പ്രാർത്ഥിക്കട്ടെ. ഓ പ്രാർത്ഥിക്കാം. ശാന്തേ പ്രസന്റ് സാർ. എത്ര പ്രാവശ്യം പ്രസന്റ് സാർ. അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ സാർ. സഞ്ജിത എന്ത് വിളിക്കുന്ന സാറേ? സഞ്ജി ക്ലാസ്സിൽ സഞ്ജിത ഉണ്ടോ? സഞ്ജിയല്ല. സഞ്ജിത. അവള് ടൂർ പോയേക്കോ സാർ? വരുന്നുണ്ടോ? സാർ പോയിക്കോ. ഞാൻ വരുന്നില്ല സാർ. ഞാൻ ഒരു 4 നാളായിട്ടേ വരുന്നുള്ളൂ. ക്ലാസ്സിൽ വരുന്നുണ്ടോ? അറിയാം. സന്തോഷം അറിയാം. ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തിട്ട് പോലും ഞങ്ങള് കണ്ടില്ല. എവിടെ നിർത്തോണ്ട് പോയി? ഞാൻ ചോദിച്ചത് ഗ്രാമർ മലയാളത്തിൽ ഗ്രാമർ എടുത്തിട്ട് ഇല്ല ഇല്ല ഇല്ല. എന്നാ പിന്നെ ഗ്രാമർ പഠിക്കാം. ശരി സാർ. കർത്താവ് കർമ്മം ക്രിയ. മനസ്സിലായോ? കർത്താവ് കർമ്മം ക്രിയ. രാമുവിന് പശു തൊഴിച്ചു. ഇതെന്ത് പണിയാ? രാമിനെ തൊഴിച്ചോ? രാമുവിന് പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? കർമ്മം രാമയുടെ വീട്ടിൽ വളപ്പിൽ തന്നെ നടക്കും സാർ. കർമ്മം പശുവല്ലേ രാമിനെ തൊഴിച്ച്? കർമ്മം എന്ന് പറഞ്ഞാൽ രാമൻ തൊഴിച്ചു. തൊഴിച്ചുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് എന്റെ വീട്ടില് മിക്ക ദിവസവും ഈ കർമ്മം നടക്കാറുണ്ട്. പണി കഴിഞ്ഞു വന്നാലും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം സാറേ. 2 പേരോട് പറഞ്ഞു ക്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു. പറഞ്ഞത് കേട്ടാ മതി. മനസ്സിലായോ? കേറി പറയാം. ഒക്കെ മാറ്റി വെച്ചേക്കും. മലയാള പദ്യം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്നാലേ മലയാള പദ്യം തിങ്കളും താരങ്ങളും
കുങ്കുമ മാവിൻ ചുവട്ടിൽ നാടന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവീഴ കൂടിയില്ലേ കുഞ്ഞു മൺവീഴ കൂടിയില്ലേ. മൺവിളക്കം കൊണ്ടുവന്നു. ഇതാണ് മലയാളം പദ്യം പഠിച്ചത്. നേരത്തെ ഒരു കണ്ണിനെ പറഞ്ഞു ഒരട്ടാടി പഠിച്ചു നല്ല പഠിച്ചല്ലോ. മൺവിളക്കത്തെ പോകും പാട്ട് പഠിച്ചിട്ടുണ്ട്. നീ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് സാർ. മലയാളത്തിൽ പറ. ഏത് പറ്റിയാ സാർ? അത് ഞാൻ പറഞ്ഞേരോ. കനകച്ചിലങ്ങ് പഠിച്ചിട്ടുണ്ടോ? കനകച്ചിലങ്കാട്ടിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടവിളിയിൽ കമലദളം കവിളിൽ സിന്ദൂരം നടന്നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. പഠിച്ചിട്ട് വരുന്ന നമുക്ക് സന്തോഷമായോ? എന്നോ വേദന. അടുത്ത കോൾ മലയാള മാസങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്ലേ സാറേ? 12 മാസങ്ങൾ ഇംഗ്ലീഷൊക്കെ വന്നോ? മലയാളം വേണ്ടത് എല്ലാം കൂടെ 12 മാസം പോലെ സാറേ. ഒന്നും പഠിച്ചു തരാൻ മലയാളം നാളുകൾ മലയാളോ? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാണി റാണി കോന്നി. അയ്യോ തോന്നി. സത്യം പറഞ്ഞല്ലേ നിങ്ങളെ പോലെ തലവേദന മനസ്സിലായി. അന്ന് സാറ് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തോ സാറേ? ഞങ്ങൾ മുന്നാലെ ഇരുന്നോളാം. സാറേ ഒന്ന് നോക്കട്ടെ. ഒന്ന് നോക്കിട്ട് തരാന്നേ. എന്നാ തുറക്കല്ലേ തുറക്കല്ലേ. അതിനകത്ത് മയിൽപ്പീലി ഇരിപ്പുണ്ട്. അതെ. അതിനകത്ത് ആ മയിൽപ്പീലി എന്ന് പ്രസവിച്ചാലേ എനിക്ക് അങ്ങേ ക്ലാസ്സില് വരുന്നില്ലേ അവനെ കല്യാണം കഴിക്കാൻ പറ്റും. അതെ. പ്രസവിച്ചിട്ടില്ലല്ലോ. എന്താണോ നിന്റെ കയ്യിൽ ബുക്കിലുള്ളത്? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. കൊണ്ടുവന്നിരിക്കാം. വരുണില്ലേ? വരുണ കല്യാണം കഴിക്കാണ്. വെറുതെ കൊണ്ടുവന്നാ സാറേ. ആഗ്രഹം സാധിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം സാധിക്കും. വെറുതെ കൊണ്ടുവന്നാ സാറേ. ആഗ്രഹം സാധിക്കും. വരുണില്ലേ? വരുണ കല്യാണം കഴിക്കുന്നത്. എന്തിനാ സാറിനോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ പറയരുത്. പിന്നെ പിന്നെ പറയാൻ ചോദിക്കാൻ വനച്ചെട്ടിച്ചനാണോ ഇത് പറ്റത്തില്ല. ടീച്ചറും ഭയങ്കര വിളിക്കാം കേട്ടോ. സാറേ എന്റെ വൈകിട്ടാ സാറേ. ഇവിടെ രണ്ടാളും കൂടി കളിക്കും. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി. എന്തിനാ സ്റ്റാഫ് റൂം കൊണ്ട് വെക്കുന്നത്? സൗകര്യമാകുമല്ലോ. മലയാളം പഠിച്ചില്ലേ? ഇനി അത് ഹിന്ദി പഠിക്കാം. ഹിന്ദിയിൽ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്? പേരെന്ന് എങ്ങനെ ചോദിക്കും? പേരയ്ക്ക. ആരയ്ക്ക. പഠിച്ചിട്ട് വരാനേ. നാം ക്യാ ഹേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? നാം ക്യാ ഹേ. ഇരിക്കൂ. ഹിന്ദി പോയം പഠിച്ചിട്ടുണ്ടോ? പോയോ? പാസ്.
നീ എപ്പോഴെപ്പോഴും പേസ് മാസ്റ്റർ വന്നാൽ ഞാൻ നിന്റെ പേരെ കേസ് കൊടുക്കും കേട്ടോ. സാന്ത പറയൂ. സാർ ആ പദ്യത്തിന്റെ നല്ലൊരു ഹിന്ദി പോയതിന് ഓട്ടത്തൊഴിലാക്കി മനസ്സിലായില്ലേ? എനിക്ക് സമാധാനമായോ? അടുത്ത വിഷയം കണക്ക് കണക്കിന്റെ പട്ടിക നാലിന്റെ പട്ടിക ഒരു നാല് നാല് ഒരു നാല് നാല് ഇരുന്നാലും നാല് ഇരുന്നാലും നാല് കിടന്നാലും നാല് നിന്നാലും നാല് ഇരുന്നാല് എന്താ എട്ട് ആ സാധു പറയൂ എട്ടിന്റെ പട്ടിക എട്ടിന്റെ പണിയാത്. ഓരെട്ട് ഓരെട്ട് എട്ട് ഈരെട്ട് 14 ആരെ പറയാണ് ഈരെട്ട് 14 പറയാണ്. ഈരെട്ട് 14 ആ മൂക്കെട്ട മൂവെട്ട് നോക്കട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പരിഹാരം പഠിച്ചിട്ട് മനസ്സിലായോ? ആ പിന്നെ ഗണിത ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? എനിക്കറിയത്തില്ല സാറേ. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് സാറങ്ങ് പറ. വനിത ടീച്ചർ. വനിത ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാണ്. ആ പഴയത് വേറെ പിതാവും പുതിയത് വേറെ പിതാവും. ആരാ സാറേ? പഴയ ബുക്കിലെ വേറെ പിതാവും ഇപ്പോഴുള്ളത് വേറെ പിതാവും. സിലബസ് മാറിയില്ലേ സാറേ? അപ്പൊ പിതാവും മാറുമോ? സിലബസ് മാറുമ്പോ പിതാവും മാറും. രണ്ടാം കൂടി സംസാരിച്ചോ? പറഞ്ഞത് കേട്ടാ മതി. മനസ്സിലായോ? അതെന്റെ ഹിസ്റ്ററി ബുക്ക് എടുത്തത്. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂര്. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരിയിലേക്ക് ചോരം കയറി മൈസൂർ എത്തണ്ടേ? അപ്പോഴേക്ക് സാറ് പറയാൻ തുടങ്ങി. അതുപോലെ എഴുതിയാൽ മതി. സ്ഥലം എവിടെ? അടുക്കള ഭാഗത്തോ സാറേ? അടുക്കള ഭാഗത്ത്. അതെ സാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എവിടെ? അതിന് അടുക്കള ഭാഗത്താ സാറേ. അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല. പിന്നെ എന്റെ വീട് ഇരിക്കുന്നത് കേരളത്തിലല്ലയോ? ഞാൻ ചോദിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. കേരളത്തിൽ ഏറ്റവും മഴ ലഭിക്കുന്ന സ്ഥലം ലക്കിട. ലക്കിട. ലക്കടി. സാറ് ഞാൻ ആരെയും എടി പൊടിയൊന്നും വിളിക്കില്ല. എന്റെ അമ്മ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. വാസ്തവ സാറേ, ഞങ്ങൾ അങ്ങനെ എടി പൊടിയൊന്നും വിളിക്കത്തില്ല. എല്ലാവർക്കും സംശയം ചോദിക്കാറുണ്ടോ? എനിക്കൊരു സംശയമുണ്ട് സാർ. ക്ലാസ്സിൽ സംശയം ചോദിക്കുന്ന കുട്ടികൾ വളരെ ഇഷ്ടമാണ്. ശരി സാർ. ചോദിച്ചോളൂ. വാസ്കോഡഗാമയുടെ വീട്ടുപേരെന്താ സാർ? വാസ്കോഡഗാമയുടെ വീട്ടുപേര്? തന്റെ പുത്തൻ വീട്. എനിക്ക് വീട് അത് എന്റെ വീടിന്റെ പേരാണ്. ചോദ്യം ചോദിക്കുന്നത് കുറച്ച് പഠിച്ചിട്ടാണ് വിചാരിച്ചത്. നീ ആരെ കണ്ടിട്ടാ വന്നത്? എന്നെ കണ്ടിട്ടല്ല, അതിനെ കണ്ടുകാണ്. എനിക്കറിയത്തില്ലപ്പാ. ഒരു ക്വസ്റ്റ്യനും ഫിസിക്സ് ബുക്ക് എടുത്തോളൂ. ഫിസിക്സ് ഫിസിക്സിന് എന്താ പറയുന്നത്? ഭൗതിക ശാസ്ത്രം. മനസ്സിലായോ? ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഫിസിക്സ്. എന്ത് പറയും? എന്ത് പറയാനാ സാറേ? അങ്ങനെ പോകുന്നു ജീവിതം. ഇവിടെ ഫിസിക്സ് എന്ത് പറയും? അങ്ങോട്ട് നോക്കട്ടെ. ഗ്രാവിറ്റി പറഞ്ഞാൽ എന്ത്? മൂന്നാർ മലനിരകളിൽ ഇത്രയോളം വരുന്ന ചെടി, അതിന്റെ
അതിന്റെ ഇല പറിച്ച് ഉണക്കി ഉണ്ടാക്കുന്നത് AVT. AVT അല്ല, ഗ്രാവിറ്റി. ചായപ്പൊടിയല്ല, ഗ്രാവിറ്റി. അങ്ങനെയാണോ? സാധനം ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലല്ല ആവശ്യം. അതെ സാർ, കേന്ദ്രത്തിലേക്ക്. ആ, എന്നിട്ട് മുഴുമിക്ക് ഇതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഇതിനെ ഗ്രാവിറ്റി എന്ന് പറയുന്നു. ആ. ഇനി ഞാൻ നിങ്ങളോട് ഒരു ദുഃഖവാർത്ത പറയാൻ പോകുന്നു. ഞാൻ 16-ാം തീയതി വിരമിക്കാൻ പോകാം. ഓക്കെ, മനസ്സിലായോ ശാന്തേ? സാർ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. 16-ാം തീയതി സാർ മരിക്കാൻ പോകുന്നു. സാറിന് വല്ല കടോ കൂടുതൽ കാണും. അങ്ങനെയാണെങ്കിൽ സാറിന്റെ നെഞ്ചത്ത് നമുക്കൊരു റീത്ത വെക്കണം. എവിടെ? അങ്ങേ ക്ലാസ്സില് 5-ാം ക്ലാസ്സിലെ റീറ്റ് ചെയ്യോ? പിന്നെ പൂവ് കൊണ്ടല്ലേ ഒന്നുണ്ടാക്കിയതില്ലേ? പൂവ് കൊണ്ടുണ്ടാക്കുന്നതിന് ബൊക്കാന്നാ പറയുക. നമ്മുടെ പഠിപ്പിച്ച സാറല്ലേ നമുക്ക് എന്തെന്ന് രണ്ടാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല സാറ് മരിക്കാൻ